നമസ്കാരം, നെളിയോർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഭൂമിയും എല്ലാ ഭൂമിക്കും രേഖകളും ലഭ്യമാക്കുക ലക്ഷ്യമിട്ട് പട്ടാമ്പിയിൽ പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA പട്ടയ അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് കോട്ടൂത്തിൽ വെച്ചാണ് പട്ടാമ്പി മണ്ഡലതല പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA പട്ടയ അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്കും ഭൂമിയും വീടുമില്ലാത്തവർക്കും വീട് നൽകുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി കൂടിയാണ് പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചത്. ഭൂമിയും വീടും ഇല്ലാത്തവരെ കണ്ടെത്താനും സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഭൂമി കണ്ടെത്താനും പഞ്ചായത്തുകൾ ശ്രമിക്കണമെന്നും MLA സൂചിപ്പിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ P ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, മുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ഈ മാസം 30-നകം എല്ലാ പഞ്ചായത്തുകളിലും പട്ടയം ലഭിക്കേണ്ട ഭൂമികളുടെയും ഭൂമി ലഭ്യമാക്കേണ്ടവരുടെയും കൃത്യമായ കണക്കുകൾ തയ്യാറാക്കി നൽകണമെന്നും MLA യോഗത്തിൽ നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടാമ്പിയിലും അതുപോലെ ഒറ്റപ്പാലത്തും ആയിട്ട് പട്ടാമ്പി നമ്മുടെ താലൂക്കിൽ 4973 പട്ടയങ്ങൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് 2020 ശേഷം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016 പട്ടയത്തിന് ഒരു അപേക്ഷ അന്ന് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് 2007 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളാണ് അവിടെ എടുത്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും വർഷങ്ങൾ പുറകിലായിരുന്നു അപേക്ഷകൾ കെട്ടിക്കിടന്ന് അത് പടിപടിയായി ലാൻഡ് ട്രൈബ്യൂണലിൽ പ്രത്യേക സംവിധാനങ്ങൾ വന്ന് പടിപടിയായി അതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് ഇപ്പോൾ താരതമ്യേന മാസങ്ങൾ കൊണ്ട് അതൊരു വർഷമായി കുറഞ്ഞു. അപേക്ഷ കൊടുത്തൊരു വർഷം ഇപ്പൊ താരതമ്യേന വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാകുന്ന അവസ്ഥയുണ്ട്. അതിൽ 1-2 കേസുകൾ നമ്മുടെ ദേവസ്വം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പട്ടയങ്ങൾ മാത്രമാണ് ലാൻഡ് ട്രൈബ്യൂണൽ കുറച്ച് സമയം എടുക്കുന്ന അതിന്റെ അനുമതി അതിന്റെ LOCയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് സമയം എടുക്കുന്നത്. മാത്രമല്ല 4 സെന്റ് പട്ടയം അടക്കമുള്ള പട്ടയങ്ങൾ നമ്മുടെ വളരെ വേഗത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ തീരുമാനമെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ചെയ്യുകയും നിരവധി മനുഷ്യർക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ അവരുടെ ഭൂമിയുടെ അവകാശികളായി മാറിയ ഏറ്റവും നല്ല നിമിഷമാണ്. 40 പരുതൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ 104-ാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ PT സന്തോഷ് കുമാറിന് യാത്രയയപ്പും നൽകി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ നടന്ന സുഹൃത്ത് സംഗമം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SMC ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷനായി. പൂർവാധ്യാപകർ, അധ്യാപക രക്ഷാകർതൃ സമിതി അംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ T ശാന്തകുമാരി അധ്യക്ഷയായി. ചടങ്ങിൽ SCRT പാഠപുസ്തക രചനാ സമിതി അംഗം മനോഹരൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക C സിന്ധുമോൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ P രമണി ഫോട്ടോ അനാച്ഛാദനം നടത്തി. ചടങ്ങിൽ വെച്ച് സ്റ്റാഫ്, PTA, വിദ്യാർത്ഥികൾ എന്നിവരുടെ ഉപഹാര സമർപ്പണവും വിവിധ മേഖലകളിൽ മികവ് തേടിയവരെ അനുമോദിക്കലും നടത്തി. PTA പ്രസിഡന്റ് K പ്രതീഷ് ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് രാജകുമാരൻ, SMC വൈസ് ചെയർമാൻ EP കുഞ്ഞൻ, MTA പ്രസിഡന്റ് OP സുചിത്ര, സ്കൂൾ ലീഡർ ശബരിനാഥ്, പ്രോഗ്രാം കൺവീനർ P ജലജ എന്നിവർ സംസാരിച്ചു. യാത്രയയപ്പിനെ PT സന്തോഷ് കുമാർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സബ് ട്രഷറിക്ക് മുമ്പിൽ ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, 7 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. DCC സെക്രട്ടറി ബാബു നാസർ ഉദ്ഘാടനം ചെയ്തു. KSSPA തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് P ഇബ്രാഹിംകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് OP ഉണ്ണിമേനോൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ K മൂസക്കുട്ടി, മുരളി മൂത്താട്ട്, KC രാജഗോപാലൻ, ഉഷ കുമ്പിടി, രാജൻ പൊന്നുള്ളി തുടങ്ങിയവർ സംസാരിച്ചു.
ലഹരിക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനം. താലൂക്കിലെ വിവിധ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. പട്ടാമ്പി മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പ്രതിരോധം തീർക്കുവാനും ശക്തമായ നടപടികൾ സ്വീകരിക്കുവാനും യോഗം ആവശ്യപ്പെട്ടു. പക്ഷെ എന്താ വെച്ചാൽ ഇതൊരു സാമൂഹിക വിപത്ത് എന്നുള്ള നിലക്കാണ് ഇദ്ദേഹത്തിനെതിരെ അഡീഷണൽ ആക്ഷൻ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തിപ്പോ പല കേസുകളും റിപ്പോർട്ട് അറസ്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഹരി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ജാമ്യമല്ല. ഇത്തരം കേസുകൾ പിന്നെ അദ്ദേഹം കോടതിയും കാര്യങ്ങളും കയറിയിറങ്ങി നടക്കട്ടെ. കാരണം ഇങ്ങനെ ഒരു കേസ് കൊടുത്തതിന്റെ പേരിൽ സമൂഹം എന്ത് ചെയ്യില്ല, ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യാൻ വരില്ല. അപ്പൊ എന്താ വെച്ചാൽ സാമൂഹ്യ വിപത്ത് എന്നുള്ള നിലക്ക് ഇവരെ അടിച്ചൊതുക്കി ഇരുത്തേണ്ടത് എന്നുള്ള നിലക്ക് തന്നെ ഇത്തരം കേസുകളൊക്കെ, കാരണം 3, 4, 5 പ്രാവശ്യം സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയ ആൾക്കെതിരെ മറ്റൊരു വകുപ്പ് ചാർത്തി അദ്ദേഹത്തെ ജയിലിലടക്കണം. നിങ്ങൾ പറഞ്ഞു വളരെ കൃത്യ നിയമം. കാരണം 3 ലിറ്ററാണ് അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചോളൂ, കുടിക്കാൻ വന്ന ആളെ കിട്ടിയില്ല. ഇതൊക്കെ നിയമമാണ്. പക്ഷെ അതിനപ്പുറം ഒരു സാമൂഹിക നന്മ ഉദ്ദേശിച്ച് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ ലഹരിക്കെതിരെ എടുക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിവരിച്ചു. താലൂക്കിലെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മക്കുട്ടി എടത്തോൾ, മറ്റു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭാവം ഇത്തവണയും യോഗത്തിൽ നിഴലിച്ചു. അടിയന്തരമായിട്ടാണ് ഓരോട്ടാ നിർത്താൻ ശ്രമിക്കുന്നത്. അതിന് കഴിഞ്ഞിരിക്കുന്ന എന്താ ചെയ്യാൻ? ഇതൊരു വീട്ടിൽ ഇന്ന് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് നിർത്താനുള്ള അവിടെ അടിയന്തരമായിട്ട് ഇടപെടണം. നാട്ടുകാരെ വിളിച്ചുകൊണ്ട് പറയുന്നത് അങ്ങനെ നിർത്താൻ കഴിയുള്ളൂ. കാരണം എല്ലാവരും നമ്മളെയൊക്കെ പഠിച്ച കള്ളന്മാരവര്, ഈ വിൽക്കുന്നവർ നമ്മളെയൊക്കെ ഇതെങ്ങനെ മറച്ചു നോക്കണം. അവകാശ നിഷേധത്തിനെതിരെ പട്ടാമ്പിയിൽ പെൻഷൻകാരുടെ സമരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മേലെ പട്ടാമ്പിയിൽ ധർണ നടത്തിയത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക, ക്ഷേമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻകാർ പട്ടാമ്പിയിൽ ധർണ നടത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. അസോസിയേഷൻ സംസ്ഥാന കൌൺസിലർ VP രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P രാജഗോപാലൻ അധ്യക്ഷനായിരുന്നു. PK ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. AP രാമദാസ്, ജിതേഷ് മോഴിക്കുന്നം, നാരായണൻ, ഉമ്മർ കിഴായൂർ, P രൂപേഷ്, K ബഷീർ, ഉണ്ണികൃഷ്ണൻ, മാളുക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അല്ല, മറിച്ച് തികച്ചും അർഹമായ നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള 21% DA അത് വെള്ളത്തിൽ വരച്ചത് മാതിരി തന്നെ ഒരിക്കലും നമുക്ക് ഇനി അത് കിട്ടാൻ പോകുന്നതല്ല. വളരെ ദുഃഖകരമായ ഒരു സത്യം, ഓരോ പെൻഷൻകാർക്കും പ്രതിമാസം 5000 മുതൽ 10000 വരെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സംഖ്യ ഒരു പ്രതിമാസമാണ് ഞാൻ പറയുന്നത്, കൊല്ലങ്ങളായി നഷ്ടപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ലക്ഷക്കണക്കിന് രൂപ പെൻഷൻകാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. അതേ രൂപത്തിൽ ഈ സംഖ്യയുടെ CPM നിയന്ത്രിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ സാമ്പത്തിക തട്ടിപ്പും ഗുരുതരമായ ക്രമക്കേടുകളുമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാട്ടായിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പണം നഷ്ടപ്പെട്ട നിരവധി നിക്ഷേപകർ ആശങ്കയിലാണെന്നും അവർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണെന്നും നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ നടപടി ഉണ്ടാകണമെന്നും മണ്ഡലം നേതാക്കൾ ആവശ്യപ്പെട്ടു. KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. T മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. PV മുഹമ്മദ് അലി, E റാണി, ഹബീബ് കോട്ടയിൽ, K വിനോദ്, ഫസലുൽ, K അനിൽ, CP മുസ്തഫ, PK മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2 ദിവസം മുമ്പ് മാത്രമാണ് അതിന്റെ പേരിലെങ്കിലും ഒരു FIR ഇടാൻ ഈ ഇരിക്കുന്ന കാക്കിയിട്ട ഏമാന്മാർ തയ്യാറായത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് സംവിധാനത്തിലാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക? എന്നിട്ട് പോലീസ് FIR അവസാനം ഇട്ടപ്പോ അതിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്ന ആർക്കെതിരെയാ? വെറും 2 ആളുകൾക്കെതിരെ. പക്ഷെ ഇതാ ഈ നിൽക്കുന്ന അമ്മമാർ പറയുന്നു, ഇപ്പോഴത്തെ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രമല്ല നിങ്ങളെ ഇവിടെ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചതല്ലേ, ഇതിനു മുൻപിരുന്ന ആളുകളാണ്, ഇതിനു മുമ്പിലത്തെ ആളുകൾ. അതിൽ ഇന്ന് തൃത്താല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർ അടക്കമുള്ള ആളുകളുണ്ട്, CPMന്റെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ. സ്വരുക്കൂട്ടിയ എണ്ണിപ്പെറുക്കിയ നിക്ഷേപവും ഇവിടെ നിക്ഷേപിക്കാൻ വേണ്ടി അവരെ പ്രലോഭിപ്പിച്ചത്, പ്രേരിപ്പിച്ചത്
ഇവരുടെ നിക്ഷേപം പൂർണ്ണമായി തിരിച്ചു കൊടുക്കുന്നതുവരെ, കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമ സംവിധാനത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ ഈ ജനകീയ സമരം കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.